അപ്പോൾ അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്പേഷ്യൽ ഫിൽറ്ററിംഗ് ആണ്. അപ്പോൾ എന്താണ് ഈ സ്പേഷ്യൽ ഫിൽറ്ററിംഗ്? നമ്മൾ ഇത്രയും നേരം പഠിച്ചത് പോയിന്റ് ട്രാൻസ്ഫോം ആണ് അല്ലേ, പിക്സൽ ബൈ പിക്സൽ ആയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിരുന്നത്. പക്ഷേ നമ്മൾ ഡയറക്ട്ലി ഓൺ ദ പിക്സൽസ് ഓഫ് ഇമേജിലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ ദ ഫിൽറ്ററിംഗ് ഓപ്പറേഷൻസ് നമ്മൾ എവിടെ ചെയ്യുന്നത്? ഡയറക്ട്ലി ഓൺ ദ പിക്സൽസ് ഓഫ് ആൻ ഇമേജ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പേഷ്യൽ ഫിൽറ്ററിംഗ് എന്ന് വിളിക്കുന്നത്. അതല്ലെങ്കിൽ അതിനെന്ത് വിളിക്കാം? നമുക്ക് മാസ്ക് പ്രോസസ്സിംഗ് എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ മാസ്ക് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഇമേജിൽ ഡയറക്റ്റ് പിക്സൽ ഒരു ഇമേജിന്റെ പിക്സലിൽ ഡയറക്റ്റ് ആയിട്ടാണ് ഫിൽറ്ററിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എൻ മാസ്ക് പ്രോസസ്സിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫിൽറ്റർ മാസ്ക് ഉണ്ടാവും, ഒരു മൂവിങ് ഫിൽറ്റർ മാസ്ക് ഉണ്ടാവും ഫ്രം എ പോയിന്റ് ടു പോയിന്റ് ഓഫ് എൻ ഇമേജ്. അപ്പോൾ ഇതിൽ എന്താണ് ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ മൂവിങ് ഫിൽറ്റർ മാസ്ക് ആണ്. അതെങ്ങനെ മൂവ് ചെയ്യും? പോയിന്റ് ടു പോയിന്റ് ഓഫ് എൻ ഇമേജ്. ഒരു ഇമേജിന്റെ പോയിന്റ് ടു പോയിന്റിൽ ഒരു മാസ്ക് ഫിൽറ്റർ മാസ്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അറ്റ് ദ പോയിന്റ് ഓഫ് XY അല്ലെ. അപ്പോൾ XY എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മുടെ ഇമേജിന്റെ ഒരു പോയിന്റ് ആണെങ്കിൽ response of the filter at that point is calculated as a predefined relationship. ഒരു predefined relationship വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു പോയിന്റിൽ റെസ്പോൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു മാസ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ എന്താണ് മാസ്ക് എന്ന് അറിയാം, ഇമേജ് പോലെ തന്നെ വേറൊരു മെട്രിക്സിൽ ഉണ്ടാവുന്നതാണ് ഒരു മാസ്ക് എന്ന് വിളിക്കുന്നത്. ആ മാസ്ക് നമ്മളൊരു ഇമേജിന്റെ മേലെ വെച്ച് കൊടുത്താൽ റോ വൈസ് ആയിട്ടോ കോളം വൈസ് ആയിട്ടോ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അതങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെൻട്രൽ എലമെന്റിനെ ചേഞ്ച് ചെയ്യും. ഏതെങ്കിലും ഒരു റിലേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെൻട്രൽ എലമെന്റിനെ ചേഞ്ച് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്ന, അപ്പൊ എങ്ങനെയാണ് സെൻട്രൽ എലമെന്റ് മൂവ് ചെയ്യുന്നത്? ഈ ഫിൽറ്റർ മാസ്ക് പോയിന്റ് ടു പോയിന്റ് ആയിട്ട് മൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യുന്ന ഫിൽറ്ററിനെ അനുസരിച്ചിട്ട് നമ്മൾ ആ സെൻട്രൽ മാസ്കിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതായത് ഒരു ഇമേജ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിന്റെ മേലെ നമ്മളൊരു മാസ്ക് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ റോ വൈസ് ആയിട്ടോ കോളം വൈസ് ആയിട്ടോ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് എന്ത് മാറ്റും? സെൻട്രൽ എലമെന്റിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവും ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിലേഷൻഷിപ്പ്. അത് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ അനുസരിച്ചിട്ട്. അപ്പൊ ഫിൽറ്റർ നമ്മൾ മാസ്ക് ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് മാറുന്ന സമയത്ത് ആ സെൻട്രൽ പോയിന്റിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച്. ഓക്കെ, അത് അപ്പൊ അവിടെയുള്ള നമ്മൾ ഏത് ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ആ പോയിന്റ് ടു പോയിന്റ് ചേഞ്ച് ആവുന്നത്. അതാണ് ആ പറയുന്നത് കാൽക്കുലേറ്റഡ് യൂസിങ് എ പ്രീ ഡിഫൈൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഫിൽറ്ററിംഗ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പേഷ്യൽ ഫിൽറ്ററിംഗ് എങ്ങനെ നടക്കുന്നത്? ഡയറക്ട്ലി പിക്സൽസ് ഓൺ ആൻ ഇമേജ്, ഒരു ഇമേജിന്റെ പിക്സലിൽ ഡയറക്റ്റ് ആയിട്ട് പെർഫോമിംഗ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ എന്ത് വിളിക്കും? മാസ്ക് പ്രോസസ്സിംഗ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിൽ എന്തുണ്ടാവും? ഒരു ഫിൽറ്റർ മാസ്ക് ഉണ്ടാവും, മൂവിങ് ഫിൽറ്റർ മാസ്ക് ആയിരിക്കും. അതെങ്ങനെ മൂവ് ചെയ്യും? പോയിന്റ് ടു പോയിന്റ് ആയിട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഒരു ഇമേജിന്റെ മേലെ നമ്മളൊരു ഫിൽറ്റർ മാസ്ക് വെക്കുമ്പോൾ എന്നിട്ട് നമ്മൾ റോ വൈസ് ആയിട്ടോ കോളം വൈസ് ആയിട്ടോ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സെൻട്രൽ എലമെന്റിൽ എന്തുണ്ടാവും? ഒരു ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്ത് കുറച്ച് റിലേഷൻഷിപ്പ് വെച്ചിട്ട്. ഓക്കെ, ആ പ്രീ ഡിഫൈൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഫിൽറ്റർ ആണോ വെക്കുന്നത് ആ പോയിന്റ് ടു പോയിന്റ് മൂവ്മെന്റ് എങ്ങനെയാണ് അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിൽ വരുന്നതാണ് ലീനിയർ സ്പേഷ്യൽ ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്തതാണ് ലീനിയർ സ്പേഷ്യൽ ഫിൽറ്ററിംഗ്. അപ്പോൾ ലീനിയർ സ്പേഷ്യൽ ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മാസ്ക് വെച്ചിട്ട് അതിന്റെ അടുത്തുള്ള പിക്സല് ഒരു മാസ്ക് വെക്കുക, ഒരു ഇമേജിന്റെ മേലെ ഒരു മാസ്ക് വെച്ചിട്ട് അതിന്റെ അടുത്തുള്ള അതിന്റെ പിക്സല്, അതായത് മാസ്കിന്റെ പിക്സലിന്റെ സം ഓഫ് ദ പ്രൊഡക്ട്സ് ആണ് എടുക്കുക. അതായത് ഇസ് ദ റെസ്പോൺസ് ഗിവൻ ബൈ ദ സം ഓഫ് ദ പ്രൊഡക്ട്സ് ഓഫ് ദ ഫിൽറ്റർ കോയിഫിഷ്യന്റ് ആൻഡ് കറസ്പോണ്ടിങ് ഇമേജ് പിക്സൽസ് ഇൻ ദ ഏരിയ സ്പാൻഡ് ബൈ ദ ഫിൽറ്റർ മാസ്ക്. അപ്പോൾ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അതിന്റെ മേലെ നമ്മളൊരു മാസ്ക് വെക്കുകയാണെങ്കിൽ അതെങ്ങനെ റെസ്പോൺസ് എടുക്കുക? സം ഓഫ് ദ പ്രൊഡക്ട്സ് ഓഫ് ദ ഫിൽറ്റർ കോയിഫിഷ്യന്റ്. അപ്പൊ നമ്മൾ വെക്കുന്ന മാസ്കിന്റെ സം ഓഫ് ദ പ്രൊഡക്ട്സും കറസ്പോണ്ടിങ് ആ മാസ്ക് വെക്കുന്ന മേലെ വെക്കുന്ന ഇമേജിന്റെ പിക്സൽസ് ഉണ്ടാവുമല്ലോ, ആ ഏരിയയും കൂടെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ലീനിയർ സ്പേഷ്യൽ ഫിൽറ്ററിംഗ് ചെയ്യുക. അതായത് സം ഓഫ് ദ പ്രൊഡക്ട്സ് ഓഫ് ദ ഫിൽറ്റർ കോയിഫിഷ്യന്റ്, മാസ്കിന്റെ അതിലുള്ള പിക്സൽസിന്റെ കോയിഫിഷ്യന്റും പിന്നെ നമ്മൾ ഏത് ഇമേജിന്റെ മേലെയാണോ വെക്കുന്ന ആ ഇമേജിന്റെ ഏരിയയും. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലീനിയർ സ്പേഷ്യൽ ഫിൽറ്ററിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസ്ക് വെച്ചിട്ട് അതിന്റെ അടുത്തുള്ള മാസ്കിന്റെ പിക്സലും പിന്നെ സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫിൽറ്റർ കോയിഫിഷ്യന്റും എടുക്കാം. അപ്പോൾ ഒരു ഇമേജിൽ ഇപ്പോൾ കുറെ പിക്സൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു ലൊക്കേഷനിൽ ഒരു മാസ്ക് ഉണ്ട്, അത് നമ്മളൊരു ഇമേജ് വെച്ചിട്ടുണ്ട്, ഒരു 3x3 ആണ് വെച്ചിരിക്കുന്നത് വിചാരിക്കുക. മാസ്ക് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ നമ്മളൊരു ഇമേജ് ഫിൽറ്റർ വെക്കുന്നുണ്ട്. അപ്പൊ ഈ ഇമേജ് മാസ്ക് എന്ന് പറയുന്നതും ഒരു 3x3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പിക്സലിന്റെയും മാസ്കിന്റെയും സം ഓഫ് ദ പ്രൊഡക്റ്റ് ആയിരിക്കും ആ ഓരോ പിക്സലിനെ റീപ്ലേസ് ചെയ്യുന്നത്. മനസ്സിലായോ?
അതായത് ഒരു ഇമേജ് ഉണ്ട്, 3x3 ഇമേജ് ആണ്, നമ്മൾ അതിന്റെ മേലെ വെക്കുന്ന മാസ്ക് എന്ന് പറയുന്നതും 3x3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോ മാസ്കിന്റെ അടിയിലുള്ള ഇമേജിന്റെ പിക്സലും മാസ്കിന്റെ സം ഓഫ് ദ പ്രൊഡക്റ്റും ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പിക്സലിനെ റീപ്ലേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു നൈബർഹുഡ് സ്പേഷ്യൽ ഫിൽറ്ററിംഗ് ഓപ്പറേഷൻ ഇൻ വിച്ച് പിക്സൽസ് ആർ മോഡിഫൈ ബേസ്ഡ് ഓൺ സം പിക്സൽസ് ഓഫ് ദ പിക്സൽസ് ഇൻ ദ നൈബർഹുഡ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ പിക്സൽസ് എങ്ങനെ മോഡിഫൈ ചെയ്യുന്നത്, നൈബർഹുഡിലുള്ള പിക്സൽസ് വെച്ചിട്ടാണ് മോഡിഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന് ഒരു മാസ്ക് വിത്ത് ആൻ ഇമേജ് അല്ലെ, ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അതിന് മേലെ നമ്മളൊരു മാസ്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു മാസ്ക് വെക്കുമ്പോൾ നമ്മളൊരു ഇമേജ് XY, ഒരു പിക്സൽ XY ആണ് എടുക്കുന്നത് വെച്ചാൽ അതിന്റെ നൈബർഹുഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫിൽറ്റർ മാസ്ക് എന്ത് ചെയ്യുക, പോയിന്റ് ടു പോയിന്റിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് എന്ത് റിലേഷൻഷിപ്പിലാണ് സെൻട്രൽ പിക്സൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് നൈബർഹുഡ് പ്ലസ് പ്രീ ഡിഫൈൻഡ് ഓപ്പറേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഒരു ഇമേജ് എന്ന് വിചാരിക്കുക. അപ്പൊ ഇമേജ് എന്ന് പറയുന്നത് f(xy) ആണ് അല്ലെ. അപ്പൊ ഇമേജ് f(xy) എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഇമേജിന്റെ പിക്സൽസ് കാണിച്ചിട്ടുണ്ട്, കണ്ടോ, ABCDEFGHI കാണിച്ചിട്ടുണ്ട് അല്ലെ. അതാണ് നമ്മൾക്കുള്ള ഇമേജ്. ഇനി നമ്മൾ അതിന്റെ മേലെ വെക്കുന്ന മാസ്ക് അല്ലെങ്കിൽ ഫിൽറ്റർ മാസ്ക് എന്ന് വിളിക്കുന്നതാണ് അപ്പുറത്ത് കാണിച്ചിരിക്കുന്നത്, കണ്ടോ, RSTUVWXYZ എന്ന് കാണിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ സെൻട്രൽ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്, V(E) പ്ലസ്, ഇനി നമ്മൾ മേലത്തെ കോർണറിന്ന് തുടങ്ങുന്നു, R(A) പ്ലസ് S(B) പ്ലസ് T(C) പ്ലസ് U(D). അപ്പൊ ഇതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് വരുന്നുണ്ടാവുക, ഒരു ഫിൽറ്റേർഡ് ഇമേജ് വരുന്നുണ്ടാവുക. അതാണ് സ്പേഷ്യൽ ഫിൽറ്ററിംഗ് പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കൊരു ഇമേജിന്റെ പിക്സൽസ് ഉണ്ടെങ്കിൽ അതിന്റെ മേലെ അതേപോലത്തെ ഒരു മാസ്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ റിലേഷൻ വെച്ചിട്ട് നമ്മൾ പ്രോസസ് ഫിൽറ്ററിംഗ് നടത്തും. കണ്ടോ, ഇവിടെയും കാണിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്, നമ്മളൊരു ഇമേജിന്റെ മേലെ നമ്മൾ മാസ്ക് വെക്കുമ്പോൾ നമ്മുടെ XY എന്ന് പറഞ്ഞൊരു പോയിന്റിലാണ് നമ്മൾ f(xy) അല്ലെ. ഇമേജ് എന്ന് പറയുന്നത് f(xy) ആണ്. അപ്പൊ അതിന്റെ മാസ്കിന്റെ സെന്റർ എന്താണ്, W0,0 ആണ്. കണ്ടോ, അപ്പൊ മാസ്ക് വെക്കുമ്പോൾ നമ്മൾ എങ്ങനെ വെക്കണം, മാസ്കിന്റെ സെന്ററും നമ്മുടെ പിക്സലിന്റെ സെന്ററും നമ്മൾ എന്താവണം, ഒരേപോലെ ആയിരിക്കണം. പ്ലേസിംഗ് ദ മാസ്ക് ഓൺ ഇമേജ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ മാസ്ക് സെന്ററും എന്തായിട്ട് കോയിൻസൈഡ് ചെയ്യണം, പിക്സലിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇമേജിന്റെ സെന്ററുമായിട്ട് കോയിൻസൈഡ് ചെയ്യണ പോലെ ആയിരിക്കും നമ്മൾ എന്ത് വെക്കുന്നുണ്ടാവുക, മാസ്ക് വെക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ കാണിച്ചത് എന്താണ്, ഒരു 3x3 മെട്രിക്സ് ആണ് കാണിച്ചത്, 3x3 മാസ്ക് ആണ് കാണിച്ചത്. അപ്പോൾ ലീനിയർ ഫിൽറ്ററിംഗ് വിത്ത് മാസ്ക് അറ്റ് പോയിന്റ് XY എന്ന് പറയുന്നത്. അപ്പൊ ലീനിയർ ഫിൽറ്ററിംഗ് എങ്ങനെയാ വരിക എന്നുള്ളത് ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇക്വേഷൻ എന്തായാലും നോട്ട് ചെയ്യണം. ഓക്കെ, ഇക്വേഷൻ എന്തായാലും നോട്ട് ചെയ്യണം. അപ്പോൾ ഒരു ലീനിയർ ഫിൽറ്ററിംഗ് നടക്കുമ്പോൾ നമ്മൾ മാസ്ക് വെക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഇക്വേഷൻ നോട്ട് ചെയ്യുക. അതുപോലെ സൈസ്, മാസ്കിന്റെ സൈസ് m(n) ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, സമ്മേഷൻ എടുത്ത് എഴുതാം. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ എന്തായാലും നോട്ട് ചെയ്യണം. ഇനി നമ്മൾ ഫിൽറ്ററിംഗ് നടത്തി കഴിഞ്ഞാൽ ഒരു ന്യൂ പിക്സൽ കിട്ടും അല്ലെ, വിച്ച് സെയിം ആസ് എ നൈബർഹുഡ് സെന്റർ ആൻഡ് വാല്യൂ ഡിഫൈൻഡ് ബൈ ദ ഓപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ ഒരു ന്യൂ പിക്സൽ കിട്ടും. എങ്ങനെ കിട്ടും, വിത്ത് കോർഡിനേറ്റ് സെയിം ആസ് ദ നൈബേഴ്സ് സെന്റർ. അപ്പൊ നൈബറിന്റെ സെന്റർ ഉള്ളത് സെയിം ആയിട്ട് ആൻഡ് വാല്യൂ ഡിഫൈൻഡ് ബൈ ദ ഓപ്പറേഷൻ ആയിരിക്കും. മനസ്സിലായോ എന്താ പറയണത്, നമ്മൾ റിസൾട്ട് ഓഫ് ഫിൽറ്ററിംഗ് എന്താ കിട്ടുന്നത്, ഒരു ന്യൂ പിക്സൽ കിട്ടും. അതിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് നൈബേഴ്സിന്റെ സെയിം ആയിട്ടായിരിക്കും, വാല്യൂ ഡിഫൈൻഡ് ബൈ ദ ഓപ്പറേഷൻ. ഇനി നമ്മൾ രണ്ട് ടൈപ്പ് പറയുന്നുണ്ട് സ്പേഷ്യൽ ഫിൽറ്ററിംഗിൽ. ലീനിയർ സ്പേഷ്യൽ ഫിൽറ്ററിംഗും ഉണ്ട്, നോൺ ലീനിയർ സ്പേഷ്യൽ ഫിൽറ്ററിംഗും ഉണ്ട്. അപ്പൊ ലീനിയർ എന്ന് പറഞ്ഞു വെച്ചാൽ ഓപ്പറേഷൻ ലീനിയർ ആയിട്ട് വരുന്നതിന് ലീനിയർ സ്പേഷ്യൽ ഫിൽറ്ററിംഗും, നോൺ ലീനിയർ സ്പേഷ്യൽ ഫിൽറ്ററിംഗ് ഓപ്പറേഷൻ നോൺ ലീനിയർ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, നോൺ ലീനിയർ ഓപ്പറേഷൻ സ്പേഷ്യൽ ഫിൽറ്റർ എന്ന് വിളിക്കും. അപ്പൊ ഇതാണ് ലീനിയർ ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഈച്ച് പിക്സലിന്റെ ഇൻപുട്ട് ഈസ് റീപ്ലേസ് ബൈ ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഇന്റൻസിറ്റി ഓഫ് ദ നൈബറിംഗ് പിക്സൽ. അപ്പോൾ ഓരോ പിക്സലും, ഇൻപുട്ട് ഇമേജിന്റെ ഓരോ പിക്സലും നമ്മൾ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്, നൈബറിംഗ് പിക്സൽസിന്റെ ഇന്റൻസിറ്റിയുടെ കോമ്പിനേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, മാറ്റുന്നുണ്ടാവുക. അപ്പൊ ലീനിയർ സ്പേഷ്യൽ ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളൊരു മാസ്ക് വെക്കുകയാണെങ്കിൽ മാസ്കിന്റെ സം ഓഫ് ദ പ്രൊഡക്റ്റ് കോഎഫിഷ്യന്റ് അനുസരിച്ചിട്ടായിരിക്കും മാറ്റുന്നുണ്ടാവുക. അതായത് ഇത്രയും ആലോചിച്ചാൽ മതി, ഓരോ പിക്സലും ഇൻപുട്ട് ഇമേജിലെ ഓരോ പിക്സലും എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്, നൈബറിംഗ് പിക്സലിന്റെ ഇന്റൻസിറ്റിയുടെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. അതായത് ഔട്ട്പുട്ട് പിക്സൽ വാല്യൂ എന്ന് പറഞ്ഞാൽ വെയ്റ്റഡ് സം ഓഫ് ദ പിക്സൽസ് ഓഫ് നൈബർഹുഡ് ഇൻപുട്ട്. നൈബർഹുഡ് ഇൻപുട്ടിലുള്ള പിക്സൽസിന്റെ വെയ്റ്റഡ് സം ആയിരിക്കും നമ്മുടെ ഓരോ പിക്സലും ചേഞ്ച് ആവുന്നത്. അപ്പൊ നമ്മളിത് യൂസ് ചെയ്യുന്നത് സ്മൂത്തനിങ് ഓഫ് ആൻ ഇമേജിനും ഷാർപ്പനിങ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലീനിയർ ഫിൽറ്ററിങ് യൂസ് ചെയ്യുന്നത്.
അപ്പൊ അതിൽ ആദ്യം വരുന്നത് സ്മൂത്തനിങ് സ്പേഷ്യൽ ഫിൽറ്റേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞു ലീനിയർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് സ്മൂത്തൻ ചെയ്യാനും ഷാർപ്പൻ ചെയ്യാനാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആദ്യം സ്മൂത്തനിങ് സ്പേഷ്യൽ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലറിങ്ങിന് വേണ്ടിയിട്ടും നോയ്സ് റിഡക്ഷനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്മൂത്തനിങ് സ്പേഷ്യൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലറിങ്, ഇമേജിന്റെ ബ്ലർ ഉണ്ടാക്കാനും നോയ്സ് റിഡക്ഷനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ 2 ടൈപ്പാണ് സ്മൂത്തനിങ് സ്പേഷ്യൽ ഫിൽറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ഒന്ന് ആവറേജ് ഫിൽറ്ററും പിന്നെ ഒരെണ്ണം വെയ്റ്റഡ് ആവറേജ് ഫിൽറ്ററും ആണ്. ഏതൊക്കെ 2 ടൈപ്പ്? ആവറേജ് ഫിൽറ്ററും വെയ്റ്റഡ് ആവറേജ് ഫിൽറ്ററും. അപ്പൊ ഈ ഇമേജ് സ്മൂത്തനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജിങ് ആണ് അല്ലെ. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആവറേജിങ് എന്ന് വിളിക്കാം, സ്മൂത്തനിങ് ആണ്. അപ്പൊ നമ്മൾ ഈ സ്മൂത്തനിങ് ഫിൽറ്ററിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ലോ പാസ് ഫിൽറ്റർ ആയിരിക്കും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. ഇസ് എ ആവറേജിങ് ഓർ സ്മൂത്തനിങ് ആണ്. നമ്മൾ യൂസ് ചെയ്യണത് എന്താണ്? ഒരു ലോ പാസ് ഫിൽറ്റർ ആയിരിക്കും യൂസ് ചെയ്യേണ്ടാവുക. അപ്പൊ ഇതിൽ എന്താ ചെയ്യുന്ന വെച്ചാല് നമ്മൾ ഓരോ പിക്സലും റീപ്ലേസിംഗ് വാല്യൂ ഓഫ് എവറി പിക്സൽ ഇൻ ആൻ ഇമേജ് ബൈ ദ ആവറേജ് ഇന്റൻസിറ്റി ലെവൽ ഇൻ ദ നൈബർഹുഡ് ഡിഫൈൻഡ് ബൈ ദ ഫിൽറ്റർ മാസ്ക്. അപ്പോൾ നമ്മൾ ഓരോ പിക്സലും എവറി പിക്സൽ ഇൻ ആൻ ഇമേജ് എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്? ആവറേജ് ആണ് അല്ലെ. അപ്പൊ ആവറേജിങ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റീപ്ലേസിംഗ് വാല്യൂ ഓഫ് എവറി പിക്സൽ ഇൻ ആൻ ഇമേജ് ബൈ ദ ആവറേജ് ഓഫ് ദ ഇന്റൻസിറ്റി ലെവൽ ഇൻ ദ നൈബർഹുഡ് ഡിഫൈൻഡ് ബൈ ദ ഫിൽറ്ററിംഗ് മാസ്ക്. ഓക്കെ, അപ്പൊ സെന്റർ പിക്സൽ എങ്ങനെ റിപ്ലേസ് ചെയ്യുക? ആവറേജിങ് വെച്ചിട്ടാണ്. അപ്പൊ ആവറേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ദ പ്രൊഡക്ട്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ്. അങ്ങനെയാണ് നമ്മൾ സെൻട്രൽ പോർഷനെ റീപ്ലേസ് ചെയ്യുന്നത്. അതായത് നൈബേഴ്സിന്റെ സം എടുത്തിട്ട് ബൈ ഇന്റൻസിറ്റി ലെവൽ ഡിഫൈൻഡ് ബൈ ദ ഫിൽറ്റർ മാർക്ക് അല്ലെ. അപ്പൊ നൈബേഴ്സിന്റെ സം ഓഫ് ദ പ്രൊഡക്റ്റ് എടുത്തിട്ട് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക, റീപ്ലേസിംഗ് എവറി പിക്സൽസ് ഇൻ ആൻ ഇമേജ്. ഒരു ഇമേജിന്റെ ഒരു പിക്സൽ എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നത്? ആവറേജ് ഇന്റൻസിറ്റി ലെവൽ ഇൻ ദ നൈബർഹുഡ് ഡിഫൈൻഡ് ബൈ എ ഫിൽറ്റർ മാസ്ക്. അപ്പൊ ഫിൽറ്റർ മാസ്കിന്റെ നൈബർഹുഡിലുള്ള ആവറേജ് ഇന്റൻസിറ്റി ലെവൽ എടുത്തിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ സൈസ് ഓഫ് ദ നൈബർഹുഡ് കൺട്രോൾസ് ദ എമൗണ്ട് ഓഫ് ഫിൽറ്ററിംഗ്. അപ്പൊ എത്രത്തോളം നൈബേഴ്സ് ഉണ്ടോ അത്രത്തോളം ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? എമൗണ്ട് ഓഫ് ഫിൽറ്ററിംഗ് നടക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മളറിയാം, നമ്മളൊരു 3x3 ഇമേജ് ആണെങ്കിൽ നമ്മൾ വെക്കുന്ന ഒരു 3x3 മാസ്ക് ആണ് വെക്കുന്നത് അല്ലെ. അപ്പൊ ഓരോ പിക്സലും ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ ആ മാസ്കിന്റെ നൈബർഹുഡ് അല്ലെ. നമ്മളിപ്പോ ഒരു പിക്സലാണ് കൺസിഡർ ചെയ്യുന്നത്, അതിന് കുറെ നൈബർഹുഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ നൈബർഹുഡിൻ എടുത്തിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പിക്സൽ എങ്ങനെയാണ്? ആവറേജ് ഇന്റൻസിറ്റി ലെവൽ ഓഫ് ദ നൈബർഹുഡ് ഡിഫൈൻഡ് ബൈ ദ ഫിൽറ്റർ മാസ്ക് ആണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യും? സ്മൂത്ത് റീജിയനെ പ്രിസർവ് ചെയ്യും. ഷാർപ്പ് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കും. പിന്നെ ബ്ലറിംഗ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് വിത്ത് ദ സൈസ് ഓഫ് ദ മാസ്ക്. മാസ്കിന്റെ സൈസ് കൂടുന്തോറും നമുക്ക് എന്ത് കൂടി വരും? ബ്ലറിംഗ് എഫക്ട് കൂടി വരും. ഓക്കെ, ഇനി ബ്ലറിംഗ് യൂസ്ഡ് ഫോർ ബ്ലറിംഗ് നമ്മൾ പറഞ്ഞു. ബ്ലറിംഗിനും നോയ്സ് റിഡക്ഷനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ടു റിമൂവ് ദ സ്മോൾ ഡീറ്റെയിൽസ് ഫ്രം പ്രയർ ടു ലാർജ് ഒബ്ജക്ട് ഡിസ്ക്രൈബ്. അപ്പൊ നമ്മൾ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ 3x3 മാസ്ക് ആണെങ്കിൽ നമുക്കറിയാം എത്ര പിക്സൽസ് ഉണ്ടാവില്ല? 9 പിക്സൽസ് അല്ലെ. 3x3 ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് എത്രയാണ്? 9 ആയിരിക്കും. അപ്പൊ 1/9 ഇൻറ്റു 3x3 മെട്രിക്സ് 1 കണ്ടു. അങ്ങനെയായിരിക്കും നമ്മുടെ ഒരു 3x3 മാസ്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ 5x5 മാസ്ക് എങ്ങനെയായിരിക്കും? 1/25 ഇൻറ്റു 5x5 ഒരു മെട്രിക്സ് അല്ലെ. അപ്പൊ ഇതിന്റെ ലിമിറ്റേഷൻ എന്താന്ന് വെച്ചാല് ബ്ലറിംഗ് ഉണ്ടാക്കും അല്ലെ. നമ്മൾ പറഞ്ഞാണ് ബ്ലറിംഗിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാന്നാണ്. വെൻ അപ്ലൈ ടു ആൻ ഇമേജ് കറപ്റ്റഡ് ബൈ ഇമ്പൾസ് നോയ്സ് ദ നോയ്സ് വിൽ ബി അറ്റുനേറ്റഡ് ഡിഫ്യൂസ്ഡ് ബട്ട് നോട്ട് റിമൂവ്ഡ്. അപ്പൊ നമ്മളൊരു കറപ്റ്റഡ് ഇമേജിൽ കൊടുക്കുകയാണെങ്കിൽ പോലും നോയ്സ് ഉണ്ടാവും. അറ്റുനേഷൻ ആണ് നടക്കുന്നത്, റിമൂവൽ അല്ല നടക്കുന്നത്. പിന്നെ നൈബർഹുഡ് സിഗ്നിഫിക്കൻ്റ്ലി നമ്മൾ എപ്പോഴും അതിന്റെ വാല്യൂസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആവറേജിംഗ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു ലോ പാസ് ഫിൽറ്റർ ആണെന്ന് പറയാം. ഷാർപ്പ് ട്രാൻസിഷൻസ് ഒഴിവാക്കും. യൂസ് ചെയ്യുന്നത് നോയ്സ് റിഡക്ഷനും സ്മൂത്തിങ്ങിനും ബ്ലറിംഗ് ഇഫക്റ്റിനും ആണെന്ന് പറയാം. അപ്പൊ നമ്മളിപ്പോ ഈ സെൻട്രൽ പിക്സൽ സ്മൂത്തൻ ചെയ്യണമെങ്കിൽ ആവറേജ് ഓഫ് 3x3 മെട്രിക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് what is the value of the central pixel if it is smoothened by a 3x3 average എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളിത് എന്ത് ചെയ്യണം? അപ്പൊ നമ്മളൊരു സെൻട്രൽ പിക്സൽ മാറ്റണം അല്ലെ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു 3x3 ആവറേജ് ഫിൽറ്റർ ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ 3x3 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ടോട്ടൽ നമ്പർ എടുക്കണം. ഇതിന്റെ സം എടുക്കുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഏത് മാസ്ക് യൂസ് ചെയ്യുന്നത്? 3x3. അപ്പൊ ഡിവൈഡഡ് ബൈ എത്ര വരണം? ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് എന്ന് പറഞ്ഞാൽ മാസ്കിന്റെ പിക്സൽ എത്രയാണ്? 9. അപ്പൊ ഇത് കൂട്ടുമ്പോൾ എത്ര കിട്ടും നോക്കിയേ? 1 + 2 3, 3 + 3 6, 6 + 2 8, 8 + 4 12, 12 + 5 17, 17 + 3
20 plus 4, 24 plus 3, 27 അല്ലെ. അപ്പൊ ടോട്ടൽ സം ഓഫ് ദ എന്താണത്, സം ഓഫ് ദ പിക്സൽസ് ഇൻ ആൻ ഇമേജ് ഡിവൈഡഡ് ബൈ മാസ്കിന്റെ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ്. അപ്പൊ മാസ്ക് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, നമ്മൾ സ്മൂത്ത് ആൻഡ് ബൈ 3x3 ആവറേജ് ഫിൽറ്റർ ആണ്. അപ്പൊ അതിൽ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് എന്തായിരിക്കും, 9 ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, 27 ഡിവൈഡഡ് ബൈ 9. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 3 എന്ന് ഉത്തരം കിട്ടും അല്ലെ. അപ്പൊ ആ 3 ആണ് നമ്മൾ സെൻട്രൽ എലമെന്റ് 4 മാറ്റിയിട്ട് അവിടെ എന്താക്കണം, 3 ആക്കണം. ഇതാണ് നമ്മൾ ആവറേജ് ഫിൽറ്ററിൽ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നന്നായി ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇമേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യണം, ഈ ഇമേജിന്റെ പിക്സൽസിന്റെ സം എടുക്കുക ഡിവൈഡഡ് ബൈ നമുക്ക് സ്മൂത്തനിങ് ഫിൽറ്റർ അല്ലെങ്കിൽ മാസ്ക് ഫിൽറ്ററിന്റെ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ സെൻട്രൽ എലമെന്റിന് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലായല്ലോ. അപ്പൊ 4 മാറ്റിയിട്ട് നമ്മൾ എന്താക്കി എഴുതണം, ഇമേജിനെ 3 ആക്കി എഴുതണം. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാൽ എഡ്ജസ് ആർ ഓൾസോ ക്യാരക്ടറൈസ്ഡ് ബൈ ഷാർപ്പ് ട്രാൻസിഷൻ ഇൻ ഗ്രേ ലെവൽ. സോ ആവറേജിങ് ഫിൽറ്റേഴ്സ് ഹാവ് എ ഡിസൈറബിൾ സൈഡ് എഫക്ട്, ദേ ബ്ലർ എഡ്ജസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ബ്ലർ എഡ്ജസ് ആയിരിക്കും നമ്മൾ കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഈ എഫക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അനദർ കൈൻഡ് ഓഫ് മാസ്ക് എടുക്കുന്നതാണ് ആവറേജ് മാസ്ക് ഓർ സ്മൂത്തനിങ് മാസ്ക് വിച്ച് പെർഫോം വെയ്റ്റഡ് ആവറേജ്. അപ്പൊ നമ്മൾ വിളിക്കുന്നതാണ് വെയ്റ്റഡ് ആവറേജ് മാസ്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു എഡ്ജസിൽ ഉണ്ടാവുന്ന ബ്ലർ എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്, വെയ്റ്റഡ് ആവറേജ് മാസ്കിലേക്ക് പോകുന്നത്. കണ്ടോ, അപ്പൊ വെയ്റ്റഡ് ആവറേജ് മാസ്ക് എന്ന് പറഞ്ഞപ്പോൾ എന്തായി, സെൻട്രൽ എലമെന്റിൽ ഇതാണ് ഒരു വെയ്റ്റഡ് ആവറേജ് മാസ്ക്. കണ്ടോ, മറ്റേതൊക്കെ എന്തായിരുന്നു, 111 ആയിരുന്നു അല്ലെ. ഇവിടെ നമ്മൾ എത്രയായി, വെയിറ്റ് കൂട്ടി. കണ്ടോ, അപ്പോ 1/16 അതാണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ സെൻട്രൽ എലമെന്റ് വെയിറ്റ് എപ്പോഴും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ 11 വരെ നമ്മൾ കുറച്ച് വെയിറ്റ് കൊടുത്തു, അതിൽ നമ്മൾ വെയിറ്റ് കൊടുക്കുമ്പോൾ സെൻട്രൽ എലമെന്റ് വാല്യൂ കൂടുതലായിരിക്കണം. ഓക്കെ, അതാണ് ഈ വെയിറ്റഡ് ആവറേജ് മാസ്ക്. അതിൽ ഒരു എക്സാമ്പിൾ കാണിച്ചതാണ് എന്താണ് വെയിറ്റഡ് ആവറേജ് മാസ്ക് എന്ന്. അപ്പൊ 11 വരെ എന്താ വെയിറ്റ് കൊടുത്തു, സെൻട്രൽ എലമെന്റിന് വെയിറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ വെയ്റ്റഡ് ആവറേജ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ പിക്സൽസ് നിയറർ ടു സെന്റർ ആർ വെയ്റ്റഡ് മോർ അല്ലെ. സെന്ററിലുള്ള പിക്സലിന് വെയ്റ്റഡ് കൂടുതലായിരിക്കും. അപ്പൊ പിക്സൽ വാല്യൂസ് എന്ന് പറയുന്നത് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണത്, സം ഓഫ് ദ നിയർ ബൈ പിക്സൽ വാല്യൂ ടൈംസ് ദ വെയ്റ്റ്സ് ഇൻ ദ മെട്രിക്സ് ആൻഡ് ഡിവൈഡഡ് ബൈ ദ സം ഓഫ് ദ കോയിഫിഷ്യന്റ് ഇൻ ദ മെട്രിക്സ് എന്നാണ് പറയുന്നത്. അപ്പൊ പിക്സൽ വാല്യൂസ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക, സം ഓഫ് ദ നിയർ ബൈ പിക്സൽ വാല്യൂ ടൈംസ് അല്ലെ. നമ്മുടെ നിയർ ബൈയിലുള്ള പിക്സൽ വാല്യൂസിന്റെ ടൈം, പിക്സൽ വാല്യൂ ടൈംസ് ദ വെയിറ്റ് ഇൻ ദ മെട്രിക്സ് അല്ലെ, ഇൻറ്റു വെയിറ്റ് ഇൻ ദ മെട്രിക്സ്. അതായത് നിയർ ബൈ പിക്സൽ വാല്യൂ ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യും, മെട്രിക്സിലുള്ള വെയിറ്റ് ഇൻറ്റു ചെയ്യുക ഡിവൈഡഡ് ബൈ സം ഓഫ് ദ കോയിഫിഷ്യന്റ് ഇൻ ദ മെട്രിക്സ്. അപ്പൊ എത്ര സം ഓഫ് ദ കോയിഫിഷ്യന്റ് ഇൻ ദ മെട്രിക്സ് ഉണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ സം ഓഫ് ദ നിയർ ബൈ പിക്സൽ വാല്യൂ അതാണ് നമ്മുടെ വെയിറ്റ്സ് ഇൻ ദ മെട്രിക്സ് എന്ന് പറയുന്നത്, ഡിവൈഡഡ് ബൈ സം ഓഫ് കോയിഫിഷ്യന്റ് ഇൻ ദ മെട്രിക്സ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എന്താണ്, നമ്മൾ പിക്സൽ വാല്യൂ എടുക്കുന്ന സമയത്ത് ഇവിടെ എന്താണ്, വെയിറ്റഡ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ സം ഓഫ് ദ നിയർ ബൈ പിക്സൽ വാല്യൂ എടുക്കുക, എന്നിട്ട് കോയിഫിഷ്യന്റ് ഇൻ ദ മെട്രിക്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഈ വെയ്റ്റഡ് ആവറേജ് ഫിൽറ്ററിംഗിൽ ദ പിക്സൽസ് അറ്റ് ദ സെന്റർ ഓഫ് ദ മാസ്ക് ഇസ് മൾട്ടിപ്ലൈഡ് ബൈ എ ഹയർ വാല്യൂ അല്ലെ. മറ്റേതൊക്കെ 1 ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യം വന്നില്ല. നമ്മുടെ ഇമേജിന്റെ പിക്സൽ വാല്യൂയും നമ്മുടെ മാസ്കും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യം വന്നില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം, നമ്മുടെ ഇമേജിലുള്ള പിക്സൽ വാല്യൂ മാസ്കിന്റെ വാല്യൂസിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ സെന്റർ ഓഫ് ദ മാസ്ക് എന്ന് പറയുന്നത് എന്തിനോടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടാവുക, ഹയർ വാല്യൂ ആയിട്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടാവുക അല്ലെ. എന്നിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, ആവറേജിങ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണിത്. ജനറൽ ഇംപ്ലിമെന്റേഷൻ M×Nന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. പിന്നെ നമ്മൾ x = 0, 1, 1, 2 etc. to m-1 y = 0 to 1 etc. to n-1 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കംപ്ലീറ്റ് ഫിൽറ്റേർഡ് ഇമേജ് നമുക്ക് കിട്ടുന്നതാണ് പറയുന്നത്. പിന്നെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ മാസ്ക് കോയിഫിഷ്യന്റ് ആയിരിക്കും, മാസ്കിന്റെ കോയിഫിഷ്യന്റ് അത് നമുക്ക് കാണാൻ അറിയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക് ഫിൽറ്റേഴ്സ് ആണ്. അപ്പൊ ഇതും ഒരു നോൺ ലീനിയർ സ്പേഷ്യൽ ഫിൽറ്റേഴ്സിൽ വരുന്നതാണ്. ഇത് എന്തിനു ബേസ് ചെയ്തിട്ടാന്ന് വെച്ചാൽ ഓർഡറിങ്, റാങ്കിങ് ദ പിക്സൽ. അപ്പൊ ഇത്ര നേരം നമ്മൾ എന്ത് ചെയ്തു, മാസ്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഈ ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്കിൽ നമ്മൾ ചെയ്യുന്നത് റാങ്കിങ് ഓഫ് ദ പിക്സൽ ആണ്. അപ്പൊ ഒരു ഇമേജിൽ പിക്സൽ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ റാങ്ക് ചെയ്യാം. എന്തായാലും കവർ ദെൻ റീപ്ലേസിംഗ് ദ സെൻട്രൽ വാല്യൂ വിത്ത് ദ ഡിറ്റർമിനന്റ് ഓഫ് ദ റാങ്കിങ്. നമ്മൾ റാങ്ക് ചെയ്തതിന് ശേഷം അതിന്റെ സെൻട്രൽ വാല്യൂ റാങ്കിങ്ങിനനുസരിച്ച് മാറ്റുക. അതിപ്പോ നമുക്കൊരു പ്രോബ്ലം വെച്ച് പറയാം. അപ്പൊ മീഡിയം ഫിൽറ്റർ ഉണ്ട്. മീഡിയം ഫിൽറ്റർ എന്ന് പറഞ്ഞു വെച്ചാൽ എന്ത് ചെയ്യും, അതിന്റെ മീഡിയം
ഗ്രേ ലെവൽ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നതാവുക, റീപ്ലേസ് ചെയ്യുന്നതാവുക. അപ്പൊ റീപ്ലേസ് ദ വാല്യൂ ഓഫ് ദ പിക്സൽ ബൈ ദ മീഡിയൻ ഓഫ് ദ ഗ്രേ ലെവൽ ഇൻ ദ നൈബർഹുഡ് ഓഫ് ദ പിക്സൽ. അപ്പൊ നൈബർഹുഡ് പിക്സലിലെ മീഡിയൻ ഗ്രേ ലെവൽ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യുന്നതാവുക, സെൻട്രൽ എലമെന്റ് റീപ്ലേസ് ചെയ്യേണ്ടതാവുക. അപ്പോൾ ഓൾ പിക്സൽ ഇൻ ദ നൈബർഹുഡ് ഓഫ് ദ പിക്സൽ ഇസ് ഇൻ ദ ഒറിജിനൽ ഇമേജ് ആർ ഐഡന്റിഫൈഡ് ബൈ ദ മാസ്ക് ഓർ സോർട്ടഡ് ഇൻ ദ അസെൻഡിംഗ് ഓർ ഡിസെൻഡിംഗ് ഓർഡർ എന്നാണ് പറയുന്നത്. അതായത് ഒരു ഇമേജിൽ ഉള്ള പിക്സൽസ്, ഓൾ പിക്സൽസ് ഇൻ ദ നൈബർഹുഡ് ഓഫ് ദ പിക്സൽസ് ഇൻ ദ ഒറിജിനൽ ഇമേജിന്റെ നൈബർഹുഡ് പിക്സൽസ് വിച്ച് ആർ ഐഡന്റിഫൈഡ് ബൈ ദ മാസ്ക്. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, മാസ്ക് വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് എങ്ങനെ, അസെൻഡിംഗ് ഓർഡറിലോ ഡിസെൻഡിംഗ് ഓർഡറിലോ, അതിപ്പോ പറഞ്ഞുതരാം. അപ്പൊ എന്താ നോക്കിക്കോളൂ. കമ്പ്യൂട്ട് ദ മീഡിയൻ വാല്യൂ ഓഫ് ദ ഓർഡർഡ് പിക്സൽ ആൻഡ് റീപ്ലേസ് ദ സെൻട്രൽ വിത്ത് എ മീഡിയം വാല്യൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊരു 3x3 മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്, കണ്ടുവാ. അപ്പൊ 3x3 മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ മീഡിയം വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെൻട്രൽ എലമെന്റ് മാറ്റണം. ഓക്കെ, ഇപ്പൊ ഒരു മാസ്ക് വന്നിട്ട് നമ്മൾ ഇതിന്റെ മീഡിയം വാല്യൂ വെച്ചിട്ട് നമ്മൾ സെൻട്രൽ എലമെന്റ് മാറ്റണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിപ്പോ ഇതിൽ എത്ര വാല്യൂസ് ഉണ്ട്, 3x3 ആണ് അല്ലെ. അപ്പൊ നമ്മളെ അസെൻഡിംഗ് ഓർഡറിലോ ഡിസെൻഡിംഗ് ഓർഡറിലോ ഇതിനെ എഴുതുക. അപ്പൊ അസെൻഡിംഗ് ഓർഡറിൽ എന്ത് വരും, 1 1 2 2 3 4 5 6 7. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, 1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ് ഉണ്ടെങ്കിൽ അത്രയും ടൈംസ് നമ്മൾ എഴുതണം. ഇപ്പൊ ഇതിൽ 2 1 ഉള്ളതാണ്, നമ്മൾ 2 പ്രാവശ്യം 1 എന്ന് എഴുതണം. 2 2 ഉള്ളതുകൊണ്ട് നമ്മൾ 2 2 എന്ന് എഴുതണം. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ അതിന്റെ സെൻട്രൽ എലമെന്റ് എടുക്കുക. ഇതവിടെ കാണുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം ഇതിന് അസെൻഡിംഗ് ഓർഡറിൽ എഴുതി 1 1 2 2 3 4 5 6 7 അല്ലെ. അപ്പൊ നമ്മൾ ഇതിവിടെ ശ്രദ്ധിക്കാനുള്ളത്, എത്ര ടൈംസ് അത് വരുന്നുണ്ടോ അത്രയും ടൈംസ് നമ്മൾ അത് എഴുതണം. എന്നിട്ട് നമ്മൾ ഇതിന്റെ സെൻട്രൽ വാല്യൂ എടുക്കാം അല്ലെ. അപ്പൊ സെൻട്രൽ വാല്യൂ പറയുന്നത് എന്താണ്, 3. അപ്പൊ സെൻട്രൽ മീഡിയം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. അപ്പൊ 4 മാറ്റിയിട്ട് അവിടെ എന്താക്കണം, 3 ആക്കണം. അതാണ് നമ്മുടെ മീഡിയൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ മീഡിയം ഫിൽറ്റേഴ്സ് എക്സലന്റ് നോയ്സ് റിഡക്ഷൻ കേപ്പബിലിറ്റീസ് ആണ്. കുറച്ച് ബ്ലറിങ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ബ്ലറിംഗ് ഓഫ് എഡ്ജസ്, അപ്പൊ എഡ്ജിലുള്ള ബ്ലറിംഗ് ഒഴിവാകും ചെയ്യും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇമേജിൽ ഉണ്ടാവുന്ന സോൾട്ട് ആൻഡ് പെപ്പർ നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മീഡിയം ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി മാക്സ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇന്റൻസിറ്റി, അല്ലാതെ ഒരു പിക്സലിന്റെ ഇന്റൻസിറ്റിയുടെ സെന്റർ ഓഫ് ദ മാസ്ക് എങ്ങനെയായിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്, മാക്സിമം ഇന്റൻസിറ്റി വാല്യൂ ഓഫ് എനി പിക്സൽ. ഒരു മാസ്കിൽ ഉണ്ടാവുന്ന മാക്സിമം ഇന്റൻസിറ്റി വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ഉണ്ടാവുക, സെൻട്രൽ എലമെന്റിനെ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ബ്രൈറ്റ് പോയിന്റ്സ് ആണ് കൂടുതലായിട്ടും കിട്ടുക. അപ്പൊ ഇതാണ് ഒരു മാക്സ് ഫിൽറ്ററിന്റെ ഇക്വേഷൻ പഠിച്ചേക്കണം. ഇനി മിനിമം പറഞ്ഞാൽ എന്തായിരിക്കും, ഇന്റൻസിറ്റി ഓഫ് ദ പിക്സൽ അറ്റ് ദ സെന്റർ ഓഫ് ദ മാസ്ക് റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, മിനിമം ഇന്റൻസിറ്റി വാല്യൂ വിത്തിൻ ദ മാസ്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ. അപ്പൊ ഒരു മാസ്ക് ഉണ്ടെങ്കിൽ അതിന്റെ മിനിമം വാല്യൂ, ഇന്റൻസിറ്റി വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ സെന്റർ ഓഫ് ദ പിക്സൽ ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ മറ്റേത് മാക്സ് ഫിൽറ്റേഴ്സ് ബ്രൈറ്റ് പോയിന്റ്സ് ആണെങ്കിൽ നമുക്ക് മിനിമം ഫിൽറ്റേഴ്സ് എന്താ തരുന്നുണ്ടാവുക, ഡാർക്ക് പോയിന്റ്സ് ഇൻ ആൻ ഇമേജ് ആയിരിക്കും തരുന്നുണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, അത് എന്തായാലും നോക്കി പഠിച്ചു വെക്കുക തന്നെ വേണം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, മാസ്ക് പ്രോസസ്സിങ്ങിന്റെ കാര്യം പറഞ്ഞു അല്ലെ. മാസ്ക് പ്രോസസ്സിംഗ്, അതായത് സ്പേഷ്യൽ ഫിൽറ്ററിംഗിന്റെ കാര്യം പറഞ്ഞു. എന്താണ് സ്പേഷ്യൽ ഫിൽറ്ററിംഗ് എന്നുള്ളത് പറഞ്ഞു. ലീനിയർ സ്പേഷ്യൽ ഫിൽറ്ററിംഗ് പറഞ്ഞു. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് സ്പേഷ്യൽ ഫിൽറ്ററിംഗ് ആണ്. അതായത് ടൈപ്സ് ഓഫ് സ്പേഷ്യൽ ഫിൽറ്ററിംഗിൽ നമ്മൾ എന്ത് പറഞ്ഞു, മാസ്കിന്റെ കാര്യം പറഞ്ഞു. ഇനി ഡിഫറെന്റ് സ്പേഷ്യൽ ഫിൽറ്റേഴ്സ് ഉണ്ട്, അതാണ് നമ്മൾ സ്മൂത്തനിങ് സ്പേഷ്യൽ ഫിൽറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. സ്മൂത്തനിങ്ങിൽ 2 ടൈപ്പ്, അതേതാണ്, ആവറേജ് ഫിൽറ്ററും വെയ്റ്റഡ് ആവറേജ് ഫിൽറ്ററും. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ഓർഡർ സ്റ്റാറ്റിസ്റ്റിക് ഫിൽറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഓർഡർ സ്റ്റാറ്റിസ്റ്റിക് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് നോൺ ലീനിയർ സ്പേഷ്യൽ ഫിൽറ്റേഴ്സ് ആണ്. മറ്റേ നമ്മൾ പഠിച്ചത് ലീനിയർ സ്പേഷ്യൽ ഫിൽറ്റേഴ്സ് ആണ് പഠിച്ചത്. ഓക്കെ, ലീനിയർ സ്പേഷ്യൽ ഫിൽറ്ററിംഗിലാണ് നമുക്ക് എന്ത് വരുന്നത്, സ്മൂത്തനിങ് സ്പേഷ്യൽ ഫിൽറ്റർ ഡിവൈഡ് ചെയ്തൊക്കെ വരുന്നത്. നോൺ ലീനിയർ സ്പേഷ്യൽ ഫിൽറ്ററിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഓർഡർ സ്റ്റാറ്റിസ്റ്റിക് ഫിൽറ്റേഴ്സ് വരുന്നത്.